അപ്പൊ ഈ 1.5 കോടി റുപ്യയാണോ നമ്മൾ ഈ ഒരു വീട് വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ടിരുന്നത്? അതൊന്നും ചീറ്റിംഗ് അല്ലേ? കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മുതലിന് അത്രയും വാല്യൂ ഇല്ലല്ലോ. അല്ല, ഇയാള് പറഞ്ഞത് 1.5 കോടിയാണ്. വിഷയം വന്നപ്പോൾ നിങ്ങളുടെ മണ്ടയിലാണ് വന്നത്. ഏറ്റവും മണ്ടത്തിൽ നിങ്ങൾ കാണിച്ചത് ആ ഞറക്കെടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവിടെയുള്ള ആരെങ്കിലും വിളിച്ചു. പൊന്നാര സുഹൃത്തെ, ഇത് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങള്. ഞാനിപ്പോ ഈ വീഡിയോ പിന്നെ പോലീസ് എന്നെ വിളിച്ചിരുന്നു, ഞാൻ അത് കാട്ടിക്കൊടുത്തു. ഇതാണ് എന്റെ വീഡിയോ. ഇതാണ് എന്റെ വീഡിയോ. ഞാൻ ലൈവ് എടുത്തു, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചിലായതാലും അൽഹംദുലില്ലാഹ് റാഹത്തായി. നമ്മളെ കണ്ണീര് അങ്ങനെ പോണുണ്ട്. ഞാൻ കരയണ എന്റെ കണ്ണീരും എന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിലോ എന്നെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും. പാണ്ടിക്കാട് കുഞ്ഞാനുമായിട്ട് ഇന്ന് രാവിലെ എനിക്കൊന്ന് ഫോണിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. ഏകദേശം ഒരു മണിക്കൂറും 16 മിനിറ്റോളം ആ കോൾ ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, വി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന വി ഉണ്ടായിരുന്നു ആ കോളിനകത്ത്. ആ കോളിനകത്ത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാം ഉൾപ്പെടുന്നില്ല, കാരണം ഇതിപ്പോ കേസായ ഒരു കാര്യമാണ്. കേസുമായിട്ട് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ അതിനകത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ള കുറെ ആശയങ്ങളും സംശയങ്ങളും ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ആ വ്യക്തിയോട് തന്നെ നേരിട്ട് ചോദിച്ചു. ഇത് എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയുണ്ട്, അതും കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലാതെ അവരുടെ ഫാമിലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഒരു ക്രൈസിസിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം അവരുടെ ഭാര്യയ്ക്കും ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. അവരുടെ കുടുംബം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെ നോക്കിയാലും എന്ത് പറഞ്ഞാലും ചീത്തവിളി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വരെ പല ഏരിയയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരിക്കലും നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തതോ അല്ലെങ്കിൽ ഇനി ചെയ്യുന്നതോ ഒരിക്കലും പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കാനും വീണ് കിടക്കുന്നതിന്റെ നെഞ്ചത്ത് കയറി അവനെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടല്ല. അദ്ദേഹവും നമ്മളെ പോലുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ വന്നിട്ടുള്ള ഒരു തട്ടിപ്പ്, ആ ഒരു തട്ടിപ്പിൽ അദ്ദേഹത്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ പങ്കിൽ നിന്ന് മാറാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തൊക്കെ തെളിവുകളുണ്ട് എന്നുള്ള സഹിതം കാര്യമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. എനിക്ക് എന്തായാലും വോയിസിന്റെ ഇടയിൽ ഒന്നും സംസാരിക്കാൻ കാണത്തില്ല, കാരണം എനിക്ക് സംസാരിക്കാനുള്ളത് നേരിട്ട് ആ വ്യക്തിയോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വോയിസ് എനിക്ക് കേൾക്കാം. കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ശരിക്കും പറഞ്ഞ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാക്കുക. ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കേസ് കൊടുത്തൂടെ? നിങ്ങളുടെ ഭാഗമെങ്കിൽ പിന്നെ ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൂടെ? അങ്ങനെ സത്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഇതില് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഒരു ഇതുമില്ല. കാരണം ഞാൻ എന്റെ പേരില് വീഡിയോസിലെ എന്റെ പേരില് ഇത് പിന്നെ വിവാദമാക്കിയവരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ പേരിലും പിന്നെ ഇപ്പൊ എന്റെ പേരിൽ ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം അത്രയും നമ്മളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ പറ്റ അതായത് അവരുടെ പേരിൽ ഞാൻ തന്നെ കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇക്കട ഞാൻ നമ്മൾ വിളിച്ചിട്ട് ഇഷ്യൂ ഉണ്ടാക്കാനോ എടുക്കാനോ വിളിച്ചതല്ല, പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നുള്ളൂ. പക്ഷെ ഈ വീഡിയോ ചെയ്ത ആൾക്കാരുടെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് അതിനകത്തൊന്നും വരാൻ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ കേസ് എടുക്കാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ ചെയ്തത് ഒരു തട്ടിപ്പല്ല, ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആയിട്ടുള്ള തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക. മനസ്സിലായി? വീഡിയോ ചെയ്തവരുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. അതല്ല, നിങ്ങളെ പേര് വെച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് റീച്ച് ഉണ്ട്, ഈ ഒരു സബ്ജക്ട് കാണാനായിട്ട് ആൾക്കാരുണ്ട്. അത് തന്നെയാണ് അതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്, അല്ല വേറെ ഒന്നും അല്ല. അതെ, നമ്മളല്ലേ ഞാൻ 5 മാസമായി ഇപ്പൊ ഈ നറുക്കെടുപ്പിന്റെ പിന്നാലായിട്ട്. അപ്പൊ ആദ്യം ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ്. പിന്നെയും നമ്മളോട് പിന്നെ ഡേറ്റ് ഇനി മാറ്റാൻ പറ്റൂല, ഇനി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷയമാണ്, ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത്. ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ്. മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറോ, പക്ഷെ അതൊന്നും പറ്റൂല. ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാൻ നറുക്കെടുക്കും. എനിക്ക് നാട്ടുകാരെ മുന്നിൽ പിന്നെ തലയുയർത്തി നടക്കാനുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തപ്പോ എനിക്കുണ്ടായ 3-4 ഡൗട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദ് ഷാഫി വയനാട് എന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്തുനിന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 3 മിനിറ്റ് വീഡിയോ. ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണക്ക് വാല്യൂ ഇല്ല, 30 ലക്ഷം രൂപയുള്ള ആ വീടിന്റെ വില. അപ്പം ടോട്ടൽ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടായിരുന്നു 8329 ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലേ? അതോ ഞാൻ കണ്ടത്. അപ്പൊ അതിനകത്ത് അപ്പം എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് 83,29,000 രൂപ പിരിവ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ജിമിനിയുടെ വിലയും 4 ഗോൾഡ് കോയിനും ആക്റ്റീവ ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു 20 ലക്ഷം രൂപ. പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആകുമ്പോൾ ഒരു 50. അപ്പൊ അതിനകത്ത് ബാക്കി മിച്ചം വരത്തില്ലേ? എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്, മിച്ചം വരത്തില്ലേ? അപ്പം അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഇയാളെ കടം വീട്ടിയിട്ടില്ല. കടം വീട്ടിയിട്ടില്ല.
ഇല്ല, ഇയാളെ കടം വീടിയിട്ടില്ല. കാരണം ഇയാൾക്ക് 1.5 കോടി റുപ്യാണ് ഇയാൾക്ക് കടമുള്ളത്. അപ്പൊ ഈ 1.5 കോടി റുപ്യയാണോ നമ്മൾ ഈ ഒരു വീട് വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് ഇരുന്നത്? അതൊന്നും ചീറ്റിംഗ് അല്ലേ? കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മുതലിന് അത്രയും വാല്യൂ ഇല്ലല്ലോ. അല്ല, ഇയാള് പറഞ്ഞത് 1.5 കോടിയാണ്. പുള്ളിയുടെ കടമെന്ന് പറയുന്നത് 1.5 കോടിയാണ്. ഇയാൾ ഇന്നോട് പറഞ്ഞത്. കാരണം ഞാൻ ഇവർക്കൊക്കെ വിളിച്ച റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കയ്യിലുണ്ട്. ഉണ്ട്. അല്ല, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്കെതിരെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ. അത് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് ചെയ്തപ്പോൾ തോന്നിയ 2-3 ഡൗട്ടാണ് ഈ കാര്യങ്ങൾ. ഈ ഡൗട്ടിനകത്ത് നിങ്ങൾ അപ്പൊ അവരുടെ കയ്യിൽ ഇരുന്ന ഒരു പ്രോപ്പർട്ടിക്ക് ഇത്രയും റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് 1.5 കോടി രൂപ കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ അവരുടെ കൂടെ അത് കൂട്ട് നിൽക്കുമല്ലേ? അതിനകത്ത് എന്തൊക്കെ ഇതുണ്ട്? ഇപ്പം ഇക്ക ഫേസ്ബുക്കിലൊക്കെ നല്ല റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ്. അവർ ടിക്കറ്റ് പോയതിന്റെ 80% നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കും. അല്ലാതെ ഇപ്പൊ കെ എൽ ബ്രോ ചെയ്തെന്ന് പറഞ്ഞാലും മുകേഷ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന അത്ര ഇമ്പാക്ട്, നിങ്ങൾ ഇത്ര ജനങ്ങൾക്കിടയിലേക്ക് സംസാരിക്കുന്ന ഒരു രീതിയൊന്നും വെച്ചിട്ട് ആ ഒരു രീതി തന്നെ ഇത് പോയിട്ടുള്ളത്. അപ്പം ആ ഒരു ഇപ്പൊ ഞാൻ വിൽക്കുന്ന ഒരു സാധനത്തിന് 10 രൂപ വില ഉള്ളെങ്കിൽ ഞാനത് 30 രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തേക്കിന് അത് ബുദ്ധിമുട്ടല്ലേ? നമ്മളിപ്പോ ഞാനത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് സത്യം അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇതില് ഞാൻ മാത്രമല്ല വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ല, എനിക്കറിയാം ആരൊക്കെ ചെയ്തിട്ടുണ്ട്, അറിയാം. 3-4 പേര് വിഷയം വന്നപ്പോൾ നിങ്ങളുടെ മണ്ടയിലാണ് വന്നത്. ഏറ്റവും മണ്ടത്തിൽ നിങ്ങൾ കാണിച്ചത് ആ ഞെറുക്കെടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവിടെ ആരെങ്കിലും വിളിച്ചിട്ട് പൊന്നാര സുഹൃത്തെ, ഇത് അത്രയും ആൾക്കാരടിയിൽ നിന്ന് നമ്മളോട് ഇവര് നറുക്കെടുക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ല, എടുക്കുന്നത് സൈഡിലോട്ട് പോയപ്പോഴത്തേക്ക് ആ സൈഡ് പോവാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല. ഞാൻ ഈ കുറി കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ ആകെ ചെയ്തു പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. കാരണം ഇതുവരെ ചെയ്യുമ്പോൾ നറുക്കെടുപ്പ് എന്താ ഏതാന്ന് നമുക്ക് അറിയാത്ത ഒരാളാണ് ഞാൻ. ഇതിന്റെ പേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇവരിഞ്ഞോട് പറഞ്ഞു, പിന്നെ ആദ്യം ഇവര് ഒന്ന് പൈസ മറിച്ചിക്കണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ എടുക്കണം കേട്ടോ പറഞ്ഞു. നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് ആണ്, നിങ്ങളല്ല പിന്നെ വേറെ ആരും എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്കറിയാം. കാരണം ഞാൻ എടുത്തത് ഇത് മെയിൻ ഞാൻ പറഞ്ഞ ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയാവുന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നമ്മള് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങള്. ഞാൻ ഇപ്പൊ അത് ഈ വീഡിയോ പിന്നെ പോലീസിനെ വിളിച്ചിരുന്നു. ഞാൻ അത് കാട്ടിക്കൊടുത്തു. ഇതാണ് എന്റെ വീഡിയോ. ഇതാണ് എന്റെ വീഡിയോ. ഞാൻ ലൈവ് എടുത്തു. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് ഇങ്ങനെ നിങ്ങളുടെ പേരിൽ പരാതി വന്നിട്ടുണ്ട്. എന്താണ് എന്റേത്? ഇതാണ് എന്റെ വീഡിയോ. അപ്പോ 100-300 ജനങ്ങളെ മുന്നില്, അതും കൊടുക്കുന്ന പറഞ്ഞൊരു നാട്ടില് 300 ജനങ്ങളൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു. ഞാൻ കണ്ടു. അവിടെ അല്ലടാ, അത് പെരന്റെ ഹാളാണത്. അത് പെരന്റെ ഹാളാണ്. കാരണം 4 ദിവസമായിട്ട് അവിടെ മഴയാണ്. 4 ദിവസമായിട്ട് അവിടെ പെരും മഴയാണ്. കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം. അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ പേരുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി വെക്കാനുള്ള പരിപാടിയായിരുന്നു. കറണ്ട് എന്ന് പറഞ്ഞ സാധനമല്ല. കാരണം നമ്മൾ ലൈവ് ഇട്ടപ്പോ അവിടെ കറണ്ട് പോയത് വരെ ഈ വീഡിയോയിലുണ്ടാവും. കാരണം എന്താണ്, അവിടെ ജനറേറ്റർ കൊടുങ്ങാണ്ടാണ് ഇത് ഇതാക്കിയിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. ഈ ജനറേറ്ററിന് ഇടക്കിടക്ക് ഓഫ് ആവും. ഒരു 4 ദിവസമായിട്ട് ആ ഭാഗത്ത് കറണ്ട് ഇല്ല. അങ്ങനെ ഈ പെരന്റെ പിന്നെ ഉള്ളിൽ വെച്ചാണ്ട് ഹാളിൽ വെച്ചുകൊണ്ടാണ് നമ്മള് സിറ്റ് ഔട്ടിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതാക്കിയത്. ഇത് അത് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഒരു മെയിൻ ഒരു ആളായിട്ട് എല്ലാവരും കാണാനുള്ള കാരണം ഒന്ന് ഈ ഞറക്കെടുത്തതിനകത്ത്, അതായത് നിങ്ങൾ കൈയിട്ട് എടുക്കുന്നതിനകത്ത് പറ്റിയൊരു മിസ്റ്റേക്കാ. 2 ഒരു സാധനം ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. അത് മാത്രമല്ല ഞാൻ എടുത്തിട്ടില്ല കൂട്ടിക്കോളി. ഇതൊന്നൊരു വിഷയം ഉണ്ടാവില്ല. ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ അതിനകത്ത് നിന്ന് ഇത്രയും താന്നിട്ടിട്ട് സാധനം എടുക്കുന്നു. രണ്ടാമത് ഈ ജിംനിയുടെ എടുക്കാനായിട്ടുള്ള മറ്റേ പുള്ളിക്കാരനും ഇതുപോലെ രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരേ രീതിയിലാണ്. അതിനുശേഷം ബുള്ളറ്റ് എടുക്കുന്ന ആള് മുകളിൽ നിന്ന് എടുക്കുന്നത്. അതിനുശേഷം 4ാമത് ആക്റ്റീവ് എടുക്കാനായിട്ട് ഇടുന്ന ആള് അടിയിലേക്ക് കൈ ഇടുമ്പോഴത്തേക്കിന് തൊട്ടടുത്തിരിക്കുന്ന ആൾ അടിയിലൊക്കെ കൈ ഇടണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ തട്ടി മാറ്റും. ലൈവ് ഒന്നുകൂടെ നോക്കിയാൽ മതി. കയ്യിൽ തട്ടി മാറ്റും. അടിയിൽ കൈ ഇടണ്ടെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി. ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിടയിലേക്ക് സംശയം വരുന്നൊരു കാര്യം. ഇപ്പം 2 പേരും അടിയിലേക്ക് കൈയിട്ട് ബാക്കിയുള്ളവർ അടിയിലേക്ക് കൈ ഇടുന്നില്ല. പിന്നെ അതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും മുകളിലിട്ടാണ് മിക്സ് ചെയ്യുന്നത്. താഴേക്കൊക്കെയുടെ കൈ പോകുന്നില്ല. അപ്പൊ മുകളിലോട്ട് മിക്സ് ചെയ്യും. നമ്മളിപ്പോ ഒരു ബിരിയാണി എടുക്കുമ്പോഴത്തേന് മുകളിൽ മിക്സ് ചെയ്താൽ ആ മിക്സ് ആയിരുന്നു നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മൾ മുകളിൽ മിക്സ് ചെയ്തിട്ട് ഏറ്റവും അടിയിലേക്ക് പോയിട്ടാണ് ഒരു സാധനം എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള നമുക്ക് തോന്നുന്ന ഡൗട്ട്സാ. പിന്നെ ഇപ്പൊ പറഞ്ഞ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ മറച്ചു വെച്ച കാര്യവും, സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാണ് അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടീഷർട്ട് ഇട്ട് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് പിന്നെ കൂടുമല്ലേ? അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ അറിയായിരുന്നു ഈ സംഭവം. ഇവർക്ക് 2 പേരും തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നെന്നും ഇവരെല്ലാം ഇവരുടെ ഫാമിലി ആയിരുന്നെന്നും മകന്റെ കൂട്ടുകാരനാണ് ഇത് അടിച്ചതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ
ഇത് എനിക്ക് അറിയുന്നല്ല. കാരണം ഇവര് ബന്ധമുണ്ട്, ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ടീം ഉണ്ടല്ലോ, ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വീടടിച്ചാളെ ഷാഫി. ഈ ഷാഫി എന്ന് പറഞ്ഞത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ ഈ നാസർ ഖാനോട് ഞാൻ ചോദിച്ചു, നിങ്ങളത് അറിയോ ചോദിച്ചു. ഇയാളും പറഞ്ഞത് ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. മൂപ്പരും കണ്ടിട്ടില്ല. ഇനി ഇതിന്റെ ടിക്കറ്റിന്റെ പിന്നെ അൻവറിനെ അതാണ് ഞാൻ പറയുന്നത്. നീ ശരിക്ക് കേട്ടോ. ഇത് ഈ അൻവർ ഉണ്ടല്ലോ, ഇവര് പിന്നെ ഇയാളെ മകനാണ്. വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇതൊരു 4 വർഷം മുന്നേ ഇവൻ ഇൻസ്റ്റയിൽ ഇവന്റെ വൈഫിന്റെ ഫ്രണ്ടാണ്. ഒരു കാലിന് സുഖമില്ലാത്തൊരു കുട്ടിയാണ്. വീൽചെയറാണ് ഇപ്പോഴും. അങ്ങനെ വീൽചെയറിലാണ് ഇവര്. ഞാന് പിന്നെ കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്ത് പിന്നെ നമ്മളെ വേൾഡ് കപ്പ് നടക്കുന്ന ടൈം ഉണ്ടല്ലോ, ഈ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിലാണ് റോഡ് സൈഡിൽ നിന്നാണ് ഇതിന്റെ വീഡിയോ എടുത്തത്. നടന്നു പോണ വീഡിയോ. ഇതൊക്കെ ഞാൻ ഇവരോട് ചോദിച്ചു. ഇതൊക്കെ ഞാൻ പിന്നെ ഇവരോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കണം. കാരണം ജിന്നെ എവിടുന്ന കണ്ടത്, എവിടുന്നാണ് ആ വീഡിയോ ചെയ്തിരിക്കണെന്ന് വരെ ഞാൻ ചോദിച്ചു അവരോട്. ഇനി ഈ അൻവറിനെ ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത് എവിടുന്ന് അറിയോ? അന്ന് രാത്രി കാദർ കരിപ്പൊടി എന്നോട് പറഞ്ഞു, പിന്നെ എന്തായി ലൈവിൽ എന്താ അങ്ങനെ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് നമ്മളെ ആൾക്കാർ പിന്നെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ അടുത്ത് ഇത് എന്ത് ചെയ്താലും അല്ല ഈ നറുക്ക് കിട്ടിയ ആളെ ഇന്ന് തന്നെ പോയി കാണണം കേട്ടോ പറഞ്ഞു. അതിനകത്ത് കിക്കാണ്. കഴിഞ്ഞ ഒരു വീഡിയോ ഹോട്ടലിൽ ഇരുന്ന് പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ നാളെ തന്നെ വയനാട്ടിൽ ചെന്ന് ഇത് കണ്ടിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവരവിടെ അല്ല, ഇവര് ഇന്നലെ ഇല്ല. ഞാൻ ഇന്നലെ പോകാൻ നിന്നാണ്. അത് അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ? നിങ്ങൾ അപ്പോഴേ ആ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ക്ലിയർ ചെയ്യണ്ടേ? അവരവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ബ്രോ ഞാൻ പറഞ്ഞേ, ഇവരുടെ പരിപാടി കല്ലിന്റെ പരിപാടിയാണല്ലോ. ഈ കല്ലിന്റെ പരിപാടി അപ്പൊ എവിടെ ജയ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവര് പേയ്ക്കണത്. ഇന്നലെ രാത്രി എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ അവരിന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ സെക്കൻഡ് അൻവർ ഇവരെ നാട്ടിലത്തെ ഗ്രൂപ്പില് എന്റെ അടുത്ത് കുറച്ച് ടിക്കറ്റ് ഉണ്ട്, ആവശ്യമില്ലോല് ഇന്നെ വിളിക്കണം എന്ന് പറയണ പിന്നെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഇവന്റെ കയ്യിലും ഉണ്ട് പറഞ്ഞു ഇവൻ. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ആദ്യമേ പുറത്തു വിടേണ്ടതല്ലേ? പിന്നെ ഇതൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വെച്ചോണ്ടിരുന്നിട്ട് കാര്യം ഉണ്ടോ പറഞ്ഞാൽ ഒരാള് വീഡിയോ ചെയ്താ പിന്നെ ഇതിന് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വൈത്താല പടപടാന്ന് പറഞ്ഞ വീഡിയോ ഇപ്പൊ എല്ലാവർക്കും നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാന്നുള്ളൊരു നിങ്ങളെ ഇപ്പൊ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും ഇത്രയും വലിയൊരു ചീറ്റ് ചെയ്ത ഒരാളായിട്ട് കാണുന്നത്. കാരണം 50 ലക്ഷം രൂപയ്ക്കകത്ത് നിങ്ങൾ സമൂഹത്തിന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഒരു പ്രൈമറി ഉണ്ട്, നിങ്ങൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പൊ നിങ്ങൾ ബാധ്യസ്ഥയാണ് ഈ ഒരു സാധനം ക്ലിയർ ചെയ്യേണ്ടത്. നമ്മളൊരു നറുക്കെടുക്കുമ്പോഴത്തേക്കിന് ആ നറുക്ക് നേരത്തെ ഒരു ടൈം നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സാധനം അല്ല. നമുക്കൊരു ഇത്ര മണിക്കൂറിന് മുമ്പ് അത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നറുക്കെടുക്കുന്നത്. ഇപ്പൊ നറുക്കെടുക്കുന്നതിന് 2-3 മിനിറ്റ് മുമ്പ് ഒരു 30 എണ്ണം എടുത്തിരുന്നുണ്ട് ഒരാള്. അതല്ല ഈ പൈസ തന്നവരുടെ ജെനുവിനിറ്റി നഷ്ടപ്പെടുന്ന കാര്യമാണ്. എന്താ നാഗ്പട്ടോ ഓരോ നാട്ടിൽ തന്നെ ഒരു സ്ഥലമാണത്. അപ്പൊ നാഗ്പട്ട് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ഇതേപോലെ ഒരാൾ വരുന്നുണ്ട്, ഒരു ഷോപ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഇട്ടു. ഇത്രയും തെളിവുകൾ വെച്ചിട്ട് ഇത്രയും തെളിവുകളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നല്ലൊരു വീഡിയോ ഇട്ട് എല്ലാ നാട്ടുകാരുടെ പേര് കൊണ്ടൊന്ന് കേസ് കൊടുക്കാനും ഇതൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടെ എടുത്തിട്ട് ഇപ്പൊ ഞങ്ങളിപ്പം ഇക്കെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതിനകത്ത് പോരായ്മകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതിനകത്ത് തെറ്റാണ്, നിങ്ങളുടെ കയ്യിൽ ഇത്രയും തെളിവുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ പുറത്ത് കാണിച്ചെന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, 100% സപ്പോർട്ട് ചെയ്യും. അല്ല നിങ്ങളുടെ കരിയർ ഇതൊന്നും ഇല്ലാതാക്കേണ്ട ആവശ്യം നമുക്കില്ല. ബ്രോ ഇതിന്റെ ഈ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് അടിച്ചോന്റെ പിന്നെ കോൾ റെക്കോർഡിങ്ങും അതേപോലെ ഞാൻ ഫസ്റ്റ് ആണ് ഇവർക്ക് വിളിക്കണം കേട്ടോ എന്റെ ലൈഫില്. അതും പിന്നെ എന്താണ് സായി അനുജ് ഇതുവരെ ഈ ഫസ്റ്റ് സമ്മാനം കിട്ടിയവരെ കോൺടാക്ട് ചെയ്തിരിക്കുന്നു ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ നാസ്രാഖാന്റെ അടുത്ത് നമ്പർ വാങ്ങിയാണ്ടാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ വിളിച്ചാണ്ട് ഈ പിന്നെ രണ്ടാമത് കിട്ടിയ ആൾക്കും ഞാൻ വിളിച്ചു, മറ്റേ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആൾക്കും ഞാൻ വിളിച്ചു, ഫസ്റ്റും സെക്കൻഡും കിട്ടിയ ആൾക്ക് ഞാൻ വിളിച്ചു. ഞാൻ വേണമെങ്കിൽ റെക്കോർഡ് ഞങ്ങൾക്ക് തരാം. അതിലെന്താണ് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഫസ്റ്റ് പ്രൈസ് അടിച്ചാലും സെക്കൻഡ് പ്രൈസ് അടിച്ചാലും എന്താണ് പറയണത് എന്നുള്ളത്. ഫസ്റ്റ് പ്രൈസ് അടിച്ചവന് വീഡിയോ ചെയ്തിട്ട് സെക്കൻഡ് പ്രൈസ് അടിച്ച ആളുടെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അല്ല ഓന്റെ റെക്കോർഡിന്റെ അടുത്തുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ഓ എടുത്തത് എവിടുന്നാണ്, ഓ ഇതാക്കിയത് എവിടുന്നാണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ട്. അത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളും ചെയ്യും. നിങ്ങൾ ആ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യം സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. അങ്ങനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അടുത്തൊരു കണ്ടന്റ് എടുത്ത് വെച്ച് നിങ്ങളുടെ പേരിലും അടിച്ചു വിട്ടാൽ മതിയല്ല. അങ്ങനല്ല, ഞാനാണ് വൈഫാണ്.
പറ. നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിൽ നമ്പറാണ് കാണുന്നത്, സേവ് അല്ല. ഓക്കെ. കുറച്ചു നേരമായിട്ട് ഞങ്ങളെ വോയിസ് കേൾക്കുന്നുണ്ട്. കാരണം ലൗഡ് സ്പീക്കർ, ഞാൻ ഫുഡ് കഴിക്കാൻ ലൗഡ് സ്പീക്കറിലാണ്. പക്ഷെ ഞാൻ എന്താ പറയണത് അറിയോ, നമ്മളെ എന്ത് പറഞ്ഞിട്ടും ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥ. കാരണം ജനങ്ങൾ പറയണില്ല. കാരണം ആ ഒരു വീഡിയോ കാണുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു 5 സെക്കൻഡ് നൃത്തം കാണുമ്പോഴുള്ള തോന്നലാണ്. അതാണ് ജനങ്ങൾക്ക്. അത് മാത്രമല്ല, വേറെ കുറച്ച് അതിനകത്ത് ഞാനിപ്പോ ഇക്കോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഇതിനെതിരെ വീഡിയോ ചെയ്തോണ്ട് ഇന്നലെ വരെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരാൾ തന്നെ ഇന്നും എനിക്ക് അടുത്ത് ചാനൽ ഏതാ? ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്നത്, മറ്റേ ഒരെണ്ണം VV ഹിയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നിങ്ങളുടെ കോണ്ടന്റ് ഒരുപാട് വീഡിയോ ചെയ്ത ഒരാളാണോ? അത് തന്നെ ഞാൻ നല്ല കണ്ടു. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ വീണ്ടും എടുത്ത് വെച്ച് ഈ പുള്ളിയുടെ പേര് എടുത്ത് വെച്ചിട്ട് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാനോ അങ്ങനെ വേണ്ടിയിട്ടല്ല. പുള്ളി ഇപ്പൊ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിയുടെ കയ്യിൽ എന്തൊക്കെയോ തെളിവും അതായത് സംസാരിച്ച കാര്യമാണെന്ന് പറഞ്ഞു. പുള്ളി ഡയറക്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ചീത്തവിളിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചിലായതായാലും അൽഹംദുലില്ലാ റാഹത്തായി. നമ്മളെ കണ്ണീര് അങ്ങനെ പോണുണ്ട്. ഞാൻ കരയണ എന്റെ കണ്ണീരും എന്റെ പ്രാർത്ഥനയും ഉണ്ടെങ്കിലോ എന്നെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും. അല്ല ഞാൻ ഇപ്പം പ്രൂവ് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. അപ്പം ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു കടമയുണ്ട്. അതിന് ചീത്തവിളി എന്ന് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കാത്തൊരു അവസ്ഥയിലെത്തിയിട്ടില്ലേ? അങ്ങനല്ല. അത് നമ്മൾ വളരെ എവിഡൻസോടെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, ഈ നാസിർ ഖാന്റെ ഉമ്മ ഉണ്ടല്ലോ, 100 ടിക്കറ്റ് എടുത്ത ആളാണ്. നാസിർ ഖാന്റെ ഉമ്മാന്റെ ഫാമിലിയിൽ നിന്ന് 450 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാസിർ ഖാന്റെ ഇതൊക്കെയാണ് പറയേണ്ടത്. ഇല്ലടാ, നാസിർ ഖാന്റെ അളിയൻ 80 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കണത്, കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക. അപ്പോഴും ജനങ്ങൾ തന്നെയല്ലേ പറയാ? ഒന്നും വേണ്ട, നമ്മളെ വണ്ടിയിൽ 5 ടിക്കറ്റ് ഉണ്ട്. കുഞ്ഞാന്റെ ഫ്രണ്ട്സ് എടുത്തതാ, ദുബായിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ്. ഈ 5 ടിക്കറ്റിൽ 1 ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട. എന്റെ അമ്മാന്റെ പേര് എഴുതിയിട്ടിട്ട് ഞാൻ 1 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എക്സാമ്പിൾ ഇപ്പൊ ഈ 100 ടിക്കറ്റിന്റെ കേസ് നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരെടുത്ത്.